ഇപ്പൊ വരില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ കൊച്ചിനെ വിളിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്താ ഓക്കെ ഓക്കെ, വാ ചെല്ല്. ഓടിച്ചെന്ന് കേറ. സുയിത്തോട്ടൻ ഇപ്പൊ വരും അമ്മേ. വേണ്ട, വേണമെങ്കി എനിക്ക് ഉമ്മ തന്നില്ലല്ലോ ഭാവിച്ച്. അമ്മയ്ക്ക് ഉമ്മ തന്നില്ലല്ലോ. One eternity later. ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കലാപരിപാടിയാ. എന്നും ക്ലാസ് വിട്ടിട്ട് ഇവിടെ വന്ന് ഊഞ്ഞാലാടാണ്ട് അവള് വീട്ടിലേക്ക് വരത്തില്ല. മുരിഞ്ഞ വെയിലാണ്. എഴുതാണ്ട് ഷെയ്ക്ക് വേണ്ട. അവള് കേക്കണ്ട കേട്ടോ, പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയാനൊന്നും നോക്കത്തില്ല. ഞാൻ റഫ് നോട്ടിൽ നിന്ന് എൻ്റെ നോട്ടൊക്കെ നോട്ട് ബുക്കിലേക്ക് പകർത്തു വരുന്നേ. അന്നേരം ഒരുത്തൻ വന്നിട്ട് എന്നെ ചുമ്മാ പ്രലോഭിപ്പിക്കുക. ചായ കുടിക്കാൻ പോകാം, ഷേക്ക് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ പോയാൽ ഞാൻ എന്നാ ചെയ്യും? പോകാല്ലേ? ചേട്ടാ നമുക്കേ അയ്യേ ഈ തെണ്ടിപ്പണം നോക്കിടാ. പതിവ് പോലെ ഞങ്ങളുടെ സന്ധ്യയപ്പം ചാടി. തങ്കു നോക്ക്, ചക്കുവിന്റെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. സുനിതോടെ എന്താ വരുന്നതെന്ന് ചോദിച്ചോണ്ടിരിപ്പുണ്ട് പല പെണ്ണ്. മുട്ട മേടിക്കാം. എത്ര മുട്ട വേണം? ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ, അവിടെ നിന്ന് മേടിക്കാം. ഞാൻ പറഞ്ഞില്ല നിങ്ങള് വണ്ടിയിൽ ഉറങ്ങുന്നത് ഇങ്ങനെയാന്ന്. വണ്ടിയെ കയറി 10 മിനിറ്റ് പോലും ആയില്ല, അതിലിപ്പുറം ഉറങ്ങി. എണീരടി ഓയ് താഴെ വീഴുന്നു. എന്റെ വണ്ടി എങ്ങാനും മറിച്ച് താഴത്തിട്ട. എന്നോട് പിണങ്ങിയിട്ട് പോയി നിൽക്കുന്ന വരുന്നുണ്ട്. അമ്മേ ഞാൻ എതിരേലും പോവുക. കേറിയില്ല. ഇവിടെ എന്താ ഷെയ്ക്ക് വരുന്നുണ്ടോ? ഞങ്ങളോട് വേണമെങ്കിൽ നോക്കടി. ഇത് എന്റെ കൂടത്തിൽ കൂടിട്ടാ തോന്നുന്നു, എന്റെ സ്വഭാവം. ഇതെന്താടാ ചായപ്പൊടിയോ? ബൂസ്റ്റാ? ഇത്രയും തരിതരിയായിട്ടുള്ള ബൂസ്റ്റ് ഉണ്ട്. ഇതിനേക്കാളും നല്ല എന്ത് കഴിക്കും എന്നുള്ള നീണ്ട നേരത്തെ ഡിസ്കഷൻ ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു ഷേക്ക് കുടിക്കാനുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ അടുപ്പിച്ചിട്ടുണ്ട്. ഓറിയോ ഇല്ലാതെ എന്തോന്ന് ഷേക്ക്. പിന്നെ കടല, ഇത് ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട, ഇത് നാളെ മേടിച്ചു. പിന്നെ നല്ല കുഞ്ഞിപ്പഴം, കട്ടപ്പാല്, പിന്നെ 2 പാക്കറ്റ് ബൂസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. കിട്ടിയാ? നീ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയ എടുത്തോണ്ടോ? കുരു കെട്ട് പോകരുത് കേട്ടോ. എല്ലാ തവണ ഇത് പറയുന്നല്ലാണ്ട് കുരു കിട്ടത്തില്ലല്ലോ, അരിഞ്ഞു പോകത്തില്ലേ? ഇത് കഷ്ണമായിട്ട് അവിടെ എവിടെ കളിക്കും. കുറച്ച് പറയട്ടെ പോയാ കുരുവൊക്കെ കിട്ടിയിട്ടുണ്ട്.
അന്ന് വ്ളോഗ് എടുത്തിട്ടില്ലായിരുന്നു, അല്ലാതെ ഞാൻ തെളിവ് കാണിച്ചത്. ആ പഴനിയിൽ പോണ്ടേ നമുക്ക്? നീ വരണ്ട, നീ അമ്മ അടുത്ത് പോയിരുന്നോ? നീ അമ്മമ്മ അടുത്ത് പോയിരുന്നോ? ഇവിടെ ഇരുന്നാ മതി. അതിന്റെ ഉദ്ദേശശുദ്ധി എന്താ നിനക്ക് മനസ്സിലായോ? നടക്കത്തില്ല. അടി മേടിക്കും കേട്ടോ നീ. മൊത്തം കുടിച്ചു തീർക്കും. ഇന്നൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഇടപാട് മൊത്തം തീർത്ത് വയ്ക്കേ. എന്നെ വരുത്ത പരിപാടിയാണെന്നും പറഞ്ഞോണ്ട് ഭയങ്കര തിക്കായിടാ. പരവല്ലേ? എന്നാലും ഇന്നലെ കുടിച്ച ഷേക്കിനേക്കാളും നല്ലത്. അറിയാത്ത ആ പീനട്ട് ബട്ടറും എല്ലാം കൂടെ എപ്പോഴും കുറുകുറു മേടിച്ചു. മധുരണ്ടോ? എങ്ങനെയുണ്ട്? മധുരണ്ടോ? ഓക്കെ, കുടിച്ചോട്ടെ. മധുരണ്ട്. കടലുണ്ട്. കടലുണ്ട്. ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. സപ്പോർട്ട് ഉണ്ട്. ബൂസ്റ്റും ഹോർലിക്സും ഉണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും ഉണ്ട്. ഇന്നലെ ഇവരെന്നെ പ്രലോഭിച്ചോണ്ട് പോയി ഷെയ്ക്ക് മേടിച്ചു തന്നാ ഷെയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. ഭയങ്കര തണുപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത്. ബൂസ്റ്റിന്റെ അവിടെ ഫുള്ള് കൊതുകായിരുന്നു, അപ്പൊ ചൊറിയാൻ തുടങ്ങി അല്ലേ? ഷെയ്ക്ക് സൂപ്പർ ആയിരുന്നോ? അത് ഞങ്ങളുടെ എല്ലാവരുടെയും കുടിച്ചതുകൊണ്ടാ. ഇല്ല, കൊള്ളത്തില്ലായിരുന്നു. സൂപ്പറാ. ഈ പാട്ടിന്റെ കോപ്പിറൈറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് വീഡിയോയിൽ വന്നാ ചൊല്ലിട്ടാമോ? അവളോതാ. ഇതൊക്കെ ഏത് പടം? സ്കെച്ച്. ഞാനേ ഇന്നൊരു ഹെന്ന പാക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പോവാ. രാത്രിയിൽ ഉണ്ടാക്കി വെക്കണം, രാവിലെ എണീറ്റിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ കുറേ നാളായി ഹെന്ന അപ്ലൈ ചെയ്തിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കാം. നാളത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നും കണ്ടോ, ഇത് ഡ്രൈ ആയിട്ടുള്ള കറി ലീവ്സാണ്. അപ്പോൾ നമുക്കിത് കറിക്കകത്ത് ഇടാനായിട്ട് പറ്റത്തില്ല. സോ ഞാനിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി റോസ്മേരിൻ്റെ ലീവ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാ നമ്മുടെ തേയിലപ്പൊടിയാണേ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർക്കുന്നത്. ഇത് നമ്മുടെ ഉലുവ. ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് ചെറിയുള്ളി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടി ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ നമുക്ക് നല്ലതാണ് കുടിക്കുക, അതുകൊണ്ടാണ് ഇതെല്ലാം ചേർക്കുന്നത്. അപ്പം ഞാൻ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടൊന്ന് വറ്റട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സ്റ്റീൽ പാത്രത്തിനകത്തേക്ക് കുറച്ച് ഹെന്ന പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ബീറ്റ്റൂട്ടിൻ്റെ പൊടിയാണ്. ഇത് നമുക്ക് നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം അരച്ച് ചേർക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാനൊരു പൊടി ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെയറിനൊരു കളർ ടെക്സ്ചറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂട് വെള്ളമാണ്. അപ്പം കട്ട പിടിക്കാതെ കുറേശ്ശെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം. മുടി കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കുറച്ച് മതി. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആവശ്യക്കാരുടെ എണ്ണം ഇവിടെ കൂടുതലായതിൻ്റെ പേരിൽ എന്നാലും ഇത്രയും മതിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആക്ച്വലി ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ലൊരു ഒരു കളറ് വരും. അതുപോലെ നല്ല ഹെൽത്തി ആവും.
ഒന്നുകൂടെ തിക്കാവും മുടി. കുറച്ച് ദിവസത്തേക്ക് നല്ലൊരു ടെക്സ്ചറിൽ കിടക്കും മുടി. ഒരു 2-3 മാസം കൂടുമ്പോഴൊക്കെ ഹെന്ന ചെയ്യുന്നത് നല്ലതാട്ടോ. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തായാലും ഇത് രാവിലത്തേക്ക് ഒന്ന് തിക്കാവും. എന്നിട്ട് നമുക്ക് ഈ വെള്ളം എടുത്തിവിടെ വെച്ചേക്കാം. രാവിലെ ഇത് ഭയങ്കര കനമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മറ്റൊരു മെയിൻ സാധനം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനം ഇതുപോലത്തെ ഇരുമ്പാണി, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തന്നെ കത്തികളോ കർക്കത്തിയോ ആക്കത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്തേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ രാവിലെ ഇതിൻ്റെ ഈ ഇരുമ്പ് സത്ത് ഇറങ്ങിയിട്ട് നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് നല്ലപോലെ ഇതിനകത്തുനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ ഇതെന്താ കോലം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ചില സമയത്ത് ഇതുപോലെ നാണിയൊന്നും നോക്കിയാൽ കാണത്തില്ല. അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കത്തിയാണ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക. കറിക്കത്തിൻ്റെ അറ്റം മാത്രം ഒന്ന് ഇതിനകത്തേക്ക് ഇങ്ങനെ താത്തി വെച്ച് കൊടുക്കുവേ. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും അതിനും ഒരേ റിസൾട്ട് തരാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറൊക്കെ ആയിരിക്കുമല്ലോ. നാളെ എന്താ കളർ എന്നുള്ളത് കാണിച്ചു തരാം. കിടക്കുന്നില്ലേ കുഞ്ഞാ? വാ കുളിപ്പിച്ചരാം. രവി എന്തേ? ആ എന്താന്നേ? ഇപ്പൊ ഇറങ്ങണ്ട, രാത്രി ആയിട്ടാ. കിടന്നുറങ്ങാൻ നോക്കും. മിന്നാമിനിങ്ങിന്റെ നുറങ്ങോട്ടം കാണുന്നുണ്ടാ? ബൾബ് പോയിന്ന് തോന്നുന്നു, തെളിയുന്നില്ല. കുറച്ച് വേസ്റ്റ് കത്തിക്കാനുണ്ട്. ആ ആ ഓ എന്നാണേ? എന്നാ അമ്മയ്ക്ക്? അമ്മേ ഭക്ഷണവും തന്ന് വെള്ളവും തന്നിട്ടാണ് ഞാൻ കഥ അടച്ചത്. പുറത്ത് വെച്ചേക്കുന്ന കാരണം കൊണ്ട് താഴിട്ട് പൂട്ടിയേക്കുവാ. മിണ്ടാണ്ട് കിടന്ന് ഉണങ്ങണൊക്കെ ഉണ്ടോ? രാത്രിയിൽ മിക്സ് ചെയ്ത് വെച്ച ഹെന്നേൻ്റെ അവസ്ഥ എന്താ നോക്കാം. ഇത് ഞാൻ രാവിലെ ഒന്ന് എടുത്ത് ഇളക്കിയായിരുന്നു കേട്ടോ. നോക്കി, നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. കണ്ടോ? ഇത് ആണി മുക്കി വെച്ചത് കൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നത്. ഇത് ഈ ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ട, നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനകത്തേക്ക് ഒരു മുട്ടയുടെ വെള്ളയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്കാൾപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കാൾപ്പ് ആയതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ മുട്ടയുടെ വെള്ള ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആണി ഒന്നും കൂടെ നന്നായിട്ട് കറുത്തു. നമ്മുടെ മിക്സ് ഇത്രയേ ഉള്ളൂ. എനിക്ക് മാത്രം തേച്ചാൽ മതി കേട്ടോ. അവൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ തലയിലും കൂടെ കുറച്ച് തേക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാമല്ലേ.